ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ട് പോന്നിട്ട് ഇന്ന് വരെ ഞാൻ കണ്ണീരാലെ കൈയേക്കിയിട്ട് റബ്ബിനോട് ദ്വാരക്കരുത്, പടച്ചോനെ ഇയാൾ ഈ രൂപത്തിൽ എന്നെ ആക്കി തീർത്ത് കാസർഗോഡ് ജില്ലയായിട്ട് ഞാൻ ബന്ധമില്ലാത്ത രൂപത്തിലായി, എൻ്റെ പ്രഭാഷണങ്ങളൊക്കെ മുടങ്ങുന്ന രൂപത്തിൽ ഞാൻ ഒരു വീഴ്ചയിലൂടെ എൻ്റെ ശരീരമൊക്കെ ആകെ തളർന്ന് ഒരു കൊല്ലക്കടുപ്പായി. അപ്പോൾ അതൊക്കെ എനിക്ക് മാനസിക പ്രതിസന്ധി, ശാരീരികമായിട്ട് വരുന്നത് വേറെ, മാനസികമായ പ്രതിസന്ധി പ്രയാസങ്ങൾ ഇങ്ങനെ ഉണ്ടായിത്തീരുന്നത് നിങ്ങളെ ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ പലയിടത്തും വേണ്ടപ്പെട്ടവരടുത്ത് ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു മരണം വന്നിട്ടുണ്ട്. അത് നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജോലി ചെയ്ത ഒരാളിൽ നിന്ന് തന്നെയാണ് എന്ന് ഒന്നും രണ്ടും ആളല്ല പലരും എന്നോട് പറഞ്ഞു. അതിൻ്റെ ഫലം ഒന്ന്, നിങ്ങളെ പ്രശസ്തി നഷ്ടപ്പെടുത്തുക, നിങ്ങൾ വയലിനും പരിപാടിക്കൊക്കെ പോകുന്നത് നിർത്തുക, അതുപോലെ തന്നെ നിങ്ങൾ അകാരണമായി ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് ഭക്ഷണത്തരം വരിക, നിങ്ങളെ ഒന്നുമല്ലാതാക്കുന്ന രൂപത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ. അത് കാരണം ആ ഒരു പ്രശ്നത്തിൻ്റെ ശേഷം കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരെ കാര്യമായിട്ടൊരു പരിപാടിയും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് എനിക്ക് വിളിയും കാര്യങ്ങളോ വയലിനോ കാര്യത്തിനോ മറ്റോ ഇല്ല. അന്ന് ആ വീണ് കിടക്കുന്ന ഉടനെ തന്നെ ക്യാൻസലായി പോയ ഇപ്പോൾ കുറച്ച് പരിപാടി ഉണ്ടായാലും 1-2 അടുപ്പിൽ അന്ന് ഉസ്താദിന് വരാൻ പറ്റിയതുകൊണ്ട് ഇപ്പോൾ വേണമെന്നും പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം അതിൻ്റെ 9 വർഷമൊക്കെ ആയിട്ട് റബീഉൽ അവ്വലൊക്കെ വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ റബീഉൽ അവ്വലിൽ ഒരൊറ്റ ഒരു പരിപാടി എനിക്ക് കാസർഗോഡ് നിന്ന് വിളി വന്നിട്ടില്ല, ഞാൻ പോയിട്ടില്ല. അപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ മുമ്പത്ത് ഈ പ്രശ്നങ്ങൾക്ക് മുമ്പൊക്കെ ഒരു ദിവസം റബീഉൽ അവ്വലിൽ എനിക്ക് ഒഴിവുണ്ടാവില്ല. കാസർഗോഡ് തന്നെ പരിപാടി, എല്ലാ 1-2 പരിപാടി ഒരു ദിവസം ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷം ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് നിങ്ങൾക്ക് പഴയ ബന്ധങ്ങളൊന്നും ഇപ്പോൾ ഇല്ല, പഴയ ബന്ധങ്ങളില്ല. കാസർഗോട്ടുകാർ കൂടുതൽ തന്നെ വേദന വിളിക്കണത് കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ആ പ്രഭാഷണ മേഖല തന്നെ ഇതായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഇദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്, നല്ലോണം ശ്രമിച്ചിട്ടുണ്ട്. പലരോടും കൊള്ളിയെടുക്കത്തൊക്കെ പോയി നിൽക്കുമ്പോൾ എനിക്ക് അവിടുന്ന് വോയിസ് വിടുക, ഇവിടുന്ന് പഠിപ്പിൽ നിന്ന് വിരിഞ്ഞ് പോയ ഉടനെ അയാൾ കൊള്ളിയെടുക്കത്തായിരുന്നു. ആ കൂലിയെടുക്കത്തു നിന്ന് എനിക്കിങ്ങനെ നിന്നെ കാണിച്ചു തരാം, നിന്റെ പണി തെറിപ്പിച്ചു തരാം, നീ കാസർഗോഡ് ജില്ലയിൽ വയല് എങ്ങനെ ഈ മന്ത്രമൊക്കെ ചെയ്യുന്ന പോലത്തെ അങ്ങനെ മാരണങ്ങളും മന്ത്രങ്ങളും ചെയ്യൽ ഇയാളെ സ്ഥിരം ജോലിയാണ്. അതിന് തന്നെ ചില ജ്യോത്സ്യന്മാരെടുത്ത് ഇങ്ങനെയുള്ള ആളുകളെടുത്തൊക്കെ ഇയാൾ പോകുന്നത് നമ്മൾ അറിയുന്നുണ്ട്. അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അയാളൊന്ന് കടത്തിക്കളയാം, അവന് അവിടെ മുക്കറിയായിട്ട് വലിയ വിലസണ്ട, മറ്റൊരു സദറായിട്ട് വിലസണ്ട, ഞാൻ കാണിച്ചു തരാം, അയാൾക്ക് നമ്മളെടുത്ത് പണിയുണ്ടെന്ന് പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം മറ്റുള്ളവരെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ നിങ്ങളടുത്ത് പ്രശ്നം വന്ന സമയത്ത് നിങ്ങൾക്കത് ചെയ്തു വെച്ചു? എനിക്കത് ചെയ്തു വെച്ചെന്ന് പൂർണ്ണമാണ്, ഉറപ്പാണ്, എനിക്ക് സംശയമില്ല. കാരണം അത്രയും പ്രയാസങ്ങൾ അതിനുശേഷമാണ് നിങ്ങളോട് പ്രത്യേകിച്ച് അവനക്ക് സേവനം ചെയ്തിരുന്ന, അവനെ എല്ലാം സഹായിച്ചിരുന്ന പള്ളിയിലൊക്കെ സേവനം ചെയ്തിരുന്ന എൻ്റെ മോനില്ലേ, ആ മോനും ഞാനുമാണ് പറ്റ സുഖമില്ലാണ്ടായിരുന്നു. ഞങ്ങൾ ശത്രുക്കളായി മാറി. ഞങ്ങൾ പരസ്പരം വീട്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഇവനെ എനിക്കും കാണാൻ കഴിയില്ല, അവനെ എനിക്കും കാണാൻ, അങ്ങനത്തെ ഒരു പ്രയാസങ്ങൾ, മക്കളായിട്ടും ഭാര്യയായിട്ടും ഒക്കെ നിങ്ങൾക്ക് പ്രയാസം, ഭയങ്കര പ്രശ്നം. പുരൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഇവിടെ നിൽക്കാൻ വയ്യ, എനിക്ക് അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ തലക്ക് സഞ്ചാരം, വയറ്റിനുള്ളിൽ വേദന, അങ്ങനെ പ്രശ്നങ്ങൾ തന്നെ. എത്ര വർഷക്കാലം അങ്ങനെ 1 വർഷക്കാലം ഉണ്ടായി. 10 മാസം ഞാൻ പുറത്തിറങ്ങാൻ പറ്റാതെ വീട്ടിൻ്റെ ഉള്ളിൽ മാത്രമായിരുന്നു. ഇത്ര വലിയ പ്രഭാഷകനായ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്തു? ഞാനത് അതുകൊണ്ട് അന്ന് പിന്നെ എനിക്കൊന്നും ചെല്ലാനും പറയാനും ഖുർആനും പ്രതികരിക്കാനൊന്നും കഴിയണില്ല. കാരണം നമുക്ക് സംസാരത്തിന്റെ വില വിൽക്കുമെന്ന് ഞാൻ ശാരീരികമായിട്ട് പറ്റ അവശനായി. പിന്നെ എൻ്റെ ഊരക്ക് ഡിസ്കിന് പ്രശ്നം വന്ന് ഒരു ചെറിയ വീഴ്ചയിലൂടെയാണ്. പക്ഷെ ഡോക്ടർമാർ പറഞ്ഞത് നിങ്ങളെ ഈ സൂക്കടിനനുസരിച്ച് നിങ്ങളിങ്ങനെ ഒരു കഥാകേണ്ട ആവശ്യമൊന്നുമില്ല, കിടക്കേണ്ടതൊന്നുമില്ല. കാരണം ഒരു ഡിസ്കിൽ ചെറിയൊരു പ്രശ്നമുള്ളത്. പിന്നെ വാരിയലിൽ അത് വീണിട്ട് സംഭവിച്ചാണ്. പക്ഷെ ആ വീഴ്ച തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ കാല് തന്നിട്ടോ മറ്റോ ആയിട്ട് വീണതായിട്ട് തോന്നുന്നില്ല. കാലാരോ പിടിച്ച് വലിച്ചോലെ തോന്നുന്നു. ഒരു സ്ഥലത്തോട്ട് ഇറങ്ങുമ്പോൾ ദുബൈയിൽ നിന്നാണ് സംഭവം. ദുബൈ അൽക്കൂസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എൻ്റെ കൂട്ടുകാരൻ്റെ റൂമിൽ പോയതാണ്. പക്ഷെ ദുബൈയിലൊക്കെ നിങ്ങൾക്ക് വേദികളൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ എത്രയോ പ്രാവശ്യം ദുബൈക്ക്, കാസർഗോട്ടെ നമ്മളെ സഹപ്രവർത്തകരും എൻ്റെ പ്രഭാഷണ വേദിയിൽ വരുന്ന ആളുകളും ഞാൻ ജോലി ചെയ്ത മഹലുകളിൽ നിന്ന ആളുകളും പ്രഭാഷണത്തിന് എത്രയോ പ്രാവശ്യം എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. എപ്പോൾ ഞാൻ ചെന്നാലും എൻ്റെ കാസർഗോട്ടെ സ്നേഹിതന്മാരും ആ മഹലിൽ ജോലി ചെയ്ത അവിടെയുള്ള ആളുകളുമാണ് എന്നോട് സഹകരിക്കാനും സഹായിക്കാനും എന്നെ എയർപോർട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുപോലും എനിക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരലും എന്ത് വിഷയം ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് പോയാൽ അതിന് വ്യക്തിപരമാണെങ്കിലും വല്ല മദ്രസക്കോ പള്ളിക്കോ സ്ഥാപനങ്ങൾക്കോ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും സേവനം ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോയതാണെങ്കിലും ഒക്കെ എന്നെ സഹായിച്ചിട്ടുള്ളത് പരിപൂർണമായിട്ടും കാസർഗോട്ടുകാരാണ്. കാരണം 25 കൊല്ലം ഞാനും കാസർഗോഡ് അങ്ങനെ ആയിരുന്നു. ഈ 2-3 വർഷത്തിൻ്റെ മുമ്പ് ഇദ്ദേഹം പരിചയപ്പെട്ടതിന് ശേഷം ആ ഒരു ബന്ധമേ ഇപ്പോൾ ഇല്ല, കാസർഗോഡായിട്ട് ഒരു ബന്ധമില്ല. കാസർഗോഡ് പോകാനും ജോലിക്ക് നിൽക്കാനും എനിക്ക് മനസ്സില്ല, എന്നെ ആരും വിളിക്കണമില്ല.
ഇത് അത്ര ഒരു പ്രയാസമായിട്ട് തോന്നി ആ സംഭവം. അതൊക്കെ ഇദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഇങ്ങനെയുള്ള മന്ത്രങ്ങളും കാര്യങ്ങളും കാരണം എനിക്ക് 100% ഉറപ്പാണ്. കാരണം അത്രയും ആളുകൾ എനിക്ക് ഇതിന്റെ വിദഗ്ധരായ ആളുകൾ എന്നോട് പറയുകയും ചെയ്തു. അത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ സാർ? അങ്ങനത്തെ ഒരു സംഭവം അങ്ങനത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഖുർആനും ഉണ്ട് ഹദീസും ഉണ്ട് തെളിയുന്ന കാര്യങ്ങളല്ലേ സിഹിർ എന്നുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫുൽ ഫലക്കും നാസും ഇറങ്ങിയത് എന്തിനാ? നബീദ് എന്ന് പറഞ്ഞ ഒരു ശത്രുവിന്റെ സിഹർ മാരണായിരുന്നു. അതുകൊണ്ട് ഖുല്ലാഹു റബ്ബിൽ ഫലക്ക് നാസ് ഈ 2 സൂറത്ത് കൊണ്ട് കാവല് ചോദിക്കൂ നബി എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ എത്രയോ സഹാബത്തിനോട് ഇന്ന സ്ഥലത്ത് നിങ്ങൾ താമസിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടെന്നും അതുപോലെ തന്നെ നിങ്ങളവിടെ താമസിക്കേണ്ട, അത് നിങ്ങൾക്ക് പറ്റൂല, നിങ്ങൾക്ക് പറ്റാത്ത ചിലത് അവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഇന്ന വ്യക്തിയുടെ മാരണം നിങ്ങൾക്കുണ്ടെന്നൊക്കെ റസൂല പറഞ്ഞത് ഹദീസിലുള്ളതല്ലേ, ഖുർആൻ കൊണ്ട് തെളിഞ്ഞ കാര്യമല്ലേ. പക്ഷെ അതിന് നമുക്ക് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ട് തന്നെ പ്രതികരിക്കാൻ കഴിയും, അതിന് സംശയമൊന്നുമില്ല. അത് നമുക്ക് നല്ലോണം ചൊല്ലിപ്പറയാനും അതിനു വേണ്ടി ഇരിക്കാനും സമയം വേണം. ഇപ്പം അൽഹംദുലില്ലാ ഞാൻ നിരന്തരം എനിക്ക് ചില മശായിഖന്മാരുടെ കയ്യിൽ നിന്ന് അവർ ഇജാസത്ത് വാങ്ങിയിട്ട് സമ്മതത്തോടു കൂടെ ചെല്ലുന്നത് തന്നെ ചില ഔറാദുകൾ സ്ഥിരമാക്കിയപ്പോൾ ഇപ്പം എനിക്ക് വഴതിലും കൊടുക്ക് വിളി വരുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ തീർച്ചയായും കാസർഗോട്ടുകാർ ഉസ്താദിനെ വിളിക്കും, തീർച്ചയായിട്ടും വിളിക്കും ഇൻഷാ അല്ലാഹ്. ഈ ഒരു നിങ്ങളെ പ്രയാസങ്ങളും വിഷമങ്ങളും ഇത് ഈ ഒരു കാരണം കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു നമ്മൾ ഈ എടുക്കുന്ന ഒരു ഞാൻ ഈ സംഭവം വിവരം വരെ എൻ്റെ റബ്ബിനോട് കരഞ്ഞ് ദുആ ചെയ്തത്, പഠിച്ചോനെ എനിക്ക് ഈ മരണം ചെയ്ത പ്രതി ആരാണെങ്കിലും അത് അവനൊന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല, ആരാണെങ്കിലും റബ്ബെ ഇവനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഇവനെ ജനങ്ങൾക്കിടയിൽ എന്നെ വഷളാക്കാനും വേണ്ടിയിട്ടാണ് അവൻ ശ്രമിച്ചതെങ്കിൽ അതേ പരീക്ഷണം കൊണ്ട് അവനെ പരീക്ഷിച്ചിട്ട് ജനങ്ങളെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഫദീഹത്താക്കണേ റബ്ബേ എന്ന് ഈ സംഭവത്തിൻ്റെ വിളി പൈക്കത്തെ ഖത്തീബ് മുഖേന എനിക്ക് വിടുന്നതിൻ്റെ മുമ്പ് ദിവസം ഞാൻ ദ്വാരുന്നിട്ട് ഉള്ളത്. ഇന്നും ഞാൻ അതിന് കമൻറ്റ് വിട്ടപ്പോഴൊക്കെ 1-2 ഞാൻ വിട്ടിട്ടുണ്ട്. എന്നെ ഈ രൂപത്തിലാക്കാൻ ശ്രമിച്ചത് ആരാണോ അള്ളാഹു തആല ഞാൻ ഈ പടച്ച റബ്ബിനോട് കൈ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം തന്നെ തോന്നുന്നു എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ എന്ന് ഞാൻ അതിന് കമൻറ്റ് ഇട്ടിട്ട് തന്നെ പറഞ്ഞതാണ്. കാരണം കാസർഗോഡുമായിട്ടുള്ള ബന്ധം പറ്റാണ്ട് വിട്ടുപോയി 2 വർഷം. നിങ്ങൾ സൈദിയയിൽ പഠിച്ചിറങ്ങിയ വർഷം ഏതാണ്? 2000-ത്തിന് ശേഷം നിങ്ങൾ കാസർഗോഡ് തന്നെ സ്ഥിരമായിട്ട് ജോലി സ്ഥിരമായിട്ട് കാസർഗോഡ് ജോലിയാണ്, മതപ്രഭാഷണമാണ്, വേദികളാണ്, എല്ലാം കാസർഗോഡ് തന്നെ. 2 വർഷം മരുതെടുക്കുണ്ടായിരുന്നു. 2 വർഷം ഞാനിപ്പോൾ 55-ാം മൈൽ ചട്ടഞ്ചാൽ 55-ാം മൈലുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം ഒരു 3-4 വർഷം കാഞ്ഞങ്ങാട് കോവൽപ്പള്ളി, അതുപോലെ തന്നെ മീനാപ്പീസ്, അങ്ങനെ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ എനിക്ക് ഫുള്ള് പ്രഭാഷണം പരിപാടിയായിട്ട് 2, 3, 4 മാസം കണ്ടിന്യൂ ആണ്, ഒഴിവും ഉണ്ടാവില്ല. അതേ ലെവലിൽ തന്നെ ഈ 4 കൊല്ലം മുമ്പ് വരെ ഞാൻ പോയി ചെയ്തിട്ടുണ്ട്. ദുബൈയിൽ നിന്ന് പരിപാടി 5-10 പരിപാടി റബീഉൽ ലെവലിൽ ഏറ്റിട്ട് ഞാൻ വരുന്ന സമയത്താണ് രാവിലെ ഞാൻ എനിക്ക് വീഴ്ച പറ്റുന്നത്. പിന്നെ വീട്ടിൽ വന്ന ശേഷം ഒരു മാനസിക പ്രയാസങ്ങൾ, പിന്നെ നടു പൊക്കാനും വയ്യ, നടക്കാനും. പക്ഷേ ഉസ്താദിന് തോന്നുന്നുണ്ടോ ഈ ഒരു വ്യക്തി യഥാർത്ഥത്തിലൊരു ഉസ്താദ് ആണെന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് അതിലും സംശയമുണ്ട്. കാരണം ഖുർആൻ ഇയാൾക്ക് ശരിക്കും ഓതാൻ അറിയില്ല. ഒരു മൗലൂദ് ഓതാണെങ്കിൽ അതിൻ്റെ ഹിക്കായത്ത് അധ്യായം പോലും ശരിക്കും ഇയാൾക്ക് ഓതാനും വായിക്കാനും അറിയായിട്ട് ഞാൻ പല പ്രാവശ്യം തിരുത്തി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെല്ല്, നിങ്ങൾ ആ മൗലൂദിൻ്റെ കിതാബ് എടുത്തിട്ടൊന്ന് നോക്ക്, നിങ്ങൾ ഞാൻ അതൊക്കെ ഇയാൾ ഒരു വൈരാഗ്യ വിദ്യയോടെ കാണാം. അവൻ എന്നെ പിന്നെ മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ മദ്രസയിൽ അവിടെ 5-ാം ക്ലാസ്സിൽ പഠിപ്പിച്ചു. ഈ 3 മാസം പഠിപ്പിൽ എല്ലാ കുട്ടികളും തോറ്റു. പഠിപ്പിൽ 5ാം ക്ലാസ് പൊതുപരീക്ഷയിൽ 5ാം ക്ലാസ്സിൽ പബ്ലിക് എക്സാമിൽ എല്ലാ കുട്ടികളും തോറ്റു. ക്ലാസ് അധ്യാപകൻ ഇദ്ദേഹമായിരുന്നു. എല്ലാ കുട്ടികളും തോറ്റു. അങ്ങനെ അവസാനം ഞാൻ ആ വിഷയം കോളിയടക്കത്ത് ജോലിക്ക് കയറിയിട്ട് അവിടെ നിന്ന് എനിക്ക് എന്നെ ശല്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ കോളിയടക്കത്തെ സെക്രട്ടറിയോട് ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളിയെ നിർത്തുമ്പോൾ ശ്രദ്ധിച്ചോ, അയാളൊരു ദേശക്കാരനോ ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ്, അതുകൊണ്ട് നിങ്ങളെ മഹലിന് ചീത്തപ്പേര് വരണ്ട, ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞത് മാത്രം വിഷയമാക്കണ്ട. മുട്ടത്തൊടിയിലെ ഖത്തീബിനോട് ചോദിച്ചു. എൻ്റെ അടുത്ത് മുട്ടത്തൊടിയിൽ നിന്ന് 2 കിതാബ് വരെ പള്ളി വഖഫ് ചെയ്ത കിതാബ് എടുത്തിട്ട് അയാളെ പോന്നിട്ടുള്ളത്. മുട്ടത്തൊടി ഖത്തീബിനോട് പറഞ്ഞതാ. കിതാബ് ഞങ്ങളെ കള്ളിൽ കണ്ട മോശന ശ്രമം. എൻ്റെ സാധനങ്ങൾ ഒരുപാട് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മദ്രസയിൽ ഒരു ദിവസം കുട്ടികൾ എനിക്ക് കൊണ്ടുവന്ന വലിയൊരു പെർഫ്യൂമിന്റെ ബോട്ടിൽ, ഒരു അത്തറിന്റെ കുപ്പി, വലിയ കുപ്പിയായിരുന്നു. അതവിടെ ഞാൻ വെച്ചു. ക്ലാസ് എടുത്ത് കുറച്ചൊരു പുറത്തൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കുപ്പി കാണുന്നില്ല. അവസാനം ഞാൻ കുട്ടികളെ മുഴുവൻ ചോദ്യം ചെയ്ത്, കാരണം ചെറിയ മക്കൾ 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്. അറ്റുങ്ങളിപ്പോൾ ഇത് ചെയ്യോ? അതിലൊരു കുട്ടി ഉസ്താദ് എഴുന്നേറ്റിട്ട് പറഞ്ഞത്, ഉസ്താദ് മുക്കുരി ഉസ്താദ് ഇവിടെ വന്നിരുന്ന് എടുത്തിട്ട് പോയിക്കണം. ഞാൻ എന്നിട്ടും അത് പരസ്യപ്പെടുത്തില്ല. എൻ്റെ കയ്യിൽ തെളിയട്ടെ, കാരണം കുട്ടികളല്ലേ, അവർ ചിലപ്പോൾ പല ബുദ്ധിക്ക് എന്തും പറയാം. പക്ഷെ അദ്ദേഹം പിന്നീട് അയാളെ റൂമിൽ നിന്ന് എൻ്റെ മോനെ അവർ പിടിക്കുകയും ചെയ്തു. അതല്ല ഉസ്താദേ, അദ്ദേഹം
ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്നെ വിളിച്ചു പറഞ്ഞ ആളുകൾ ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ഒരാൾ എന്നെ വിളിച്ചു. അദ്ദേഹം വിളിച്ചിട്ട് കുടുംബത്തിൻ്റെ അംഗം എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ കുടുംബമല്ല, അദ്ദേഹം കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ ഒരു കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇദ്ദേഹം ഒരു ഉസ്താദ് അല്ലല്ലോ, പിന്നെ കാസർഗോഡ് ഭാഗത്ത് എങ്ങനെയാണ് ഉസ്താദായത്? ഈ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്. പക്ഷേ ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന് ജോലി എന്താ വെച്ചു. അപ്പോൾ പറഞ്ഞു അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു പണിയിലാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നോ? അത് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ അയാൾ എന്നോട് പറഞ്ഞു. എനിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ മെയിൻ ജോലി ഈ പോയിട്ടുള്ള എല്ലാം എനിക്കറിയാം എന്നൊക്കെ അയാൾ പറഞ്ഞത്. അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഡ്യൂട്ടിയൊക്കെ കൊല്ലം ജില്ലയിലുണ്ടായി. അപ്പോൾ അത് ഉസ്താദ് ആയതിനു ശേഷം അയാൾ അലുമിനിയം ഫാബ്രിക്കേഷൻ ഉസ്താദ്മാർക്ക് ഇപ്പോൾ എന്തും ജോലി ചെയ്യാലോ. കാസർഗോഡ് ജില്ലയിൽ വന്നപ്പോൾ ശരിക്കും പറഞ്ഞു ഇയാൾക്ക് മനസ്സിലായി അവിടുന്ന് മറിഞ്ഞ് ജീവിക്കാൻ പറ്റിയൊരു സ്ഥലം. രണ്ടാമത് പള്ളി മദ്രസ ജോലി ചെയ്യുന്ന ഇമാമുമാരും ഖത്തീബന്മാരും ഒക്കെ ആവുമ്പോൾ ജനങ്ങളെ റെസ്പെക്റ്റ് കാസർഗോഡ് കിട്ടുന്നത് പോലെ വേറെ എവിടെയും കിട്ടില്ല. പള്ളിയിലോ മദ്രസയിലോ ജോലി ചെയ്യുന്ന ഖത്തീബോ ഇമാമോ മൗലവിമോ ഒരു ഉസ്താദ് ആണെങ്കിൽ പോലും കാസർഗോട്ടുകാരെ റെസ്പെക്റ്റ്, അവരുള്ള ബഹുമാനം പരിഗണനയും വേറെ എവിടെയും കിട്ടൂല. അത് എനിക്ക് ഉറപ്പാണ്. ഞാൻ 20 കൊല്ലം ബന്ധമുള്ള സ്ഥലമല്ലേ കാസർഗോഡ്. അതുകൊണ്ട് ഓരോ മഹലിൽ നിന്ന് നമുക്ക് തരുന്ന ആ ബഹുമാനം ആദരവും അതൊക്കെ ഈ ഒറ്റ ഒരു വ്യക്തിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഇപ്പോൾ ജനങ്ങൾ മൊത്തം തെറ്റിദ്ധരിച്ചില്ലേ ഈ സമൂഹത്തെ. അതാണ് നമുക്ക് വലിയ വേദന. കാരണം ഞാൻ വൈക്കത്തെ ഖത്തീബിനോടും പറഞ്ഞു, ഇനി മേലാലിൽ ഇവനൊരു മഹലിൽ മറ്റ് ഖത്തീബന്മാരെയും അവിടുത്തെ ദർശനെയും ഒക്കെ ഇതാക്കുന്ന രൂപത്തിൽ അവിടെ സേവനം ചെയ്യുന്ന ആൾക്കാരെ കഞ്ഞിയിൽ ഉപ്പ് വാരിയിടാൻ ഇത് വാരിയിടാൻ പൊയ് വാരിയിടാൻ പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അത് നിങ്ങളെ ശ്രമം കൊണ്ട് നടന്നല്ലോ ഉസ്താദെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അയാൾക്ക് ആദ്യം തന്നെ വിട്ട് ഞാനാണ്. അത് ഈ കംപ്ലൈൻറ്റ് കൊടുത്തുകൊണ്ട് പോലീസിൽ പരാതി. അപ്പോൾ നിങ്ങളായാലും ആ ഇൻസിഡൻറ്റ് നടന്ന സമയത്തൊന്നും പോലീസിലായിട്ട് സമീപിച്ചിട്ടൊന്നുമില്ല. നമ്മളൊക്കെ പറയാൻ മടിച്ചതാണിത്. കാരണം ഈ കുറേ ബുദ്ധിമുട്ടുകൾ ഇതുപോലെ പലതും ഉണ്ടായിട്ടുണ്ട്. കുടുംബത്തെ വന്നിട്ട് നമ്മളെ കുടുംബത്തിന് തീർത്ത് വന്നിട്ട് അവിടുത്തെ രഹസ്യങ്ങൾ ചോർത്തുക, ഇതൊക്കെ ഒരു കുറച്ച് മാന്യതയുള്ള വ്യക്തിക്ക് ചോദിച്ചതാണോ? എന്നിട്ട് വണ്ടി കൊണ്ട് എൻ്റെ വീട്ടിൻ്റെ പഠിപ്പിന് മുമ്പിൽ വന്ന് നിൽക്കുക, ഞങ്ങളവിടെ റൂമിൽ എന്തൊക്കെ സംസാരിക്കുന്നതെന്ന് കട്ട് കേൾക്കുക. ഒരു ദിവസം ഭാര്യ ഡോറ് തുറന്നപ്പോൾ തൊട്ട് മുമ്പിൽ വണ്ടിമേൽ ഇരിക്കുന്നുണ്ട് ഇയാൾ രാത്രി 10:30 മണിക്ക്. അയാൾ ഇശാനസ്കാരം കഴിഞ്ഞ് 9 മണിക്ക് അയാൾ വീട്ടിൽ പോകണം, 8:30 മണിക്ക് വീട്ടിൽ പോകണം. എന്നയാൾ 10:30 മണിക്ക് പള്ളിയിൽ ആ സമയം വരെ വെയിറ്റ് ചെയ്തിട്ട് വീട്ടിൽ നിങ്ങളില്ലാത്ത സമയത്ത് ഞാനും വൈഫും നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലുണ്ട്. ആ ഭാര്യ എന്തോ ഒരു ആവശ്യത്തിന് ഡോറ് തുറന്നാണ് കിടക്കാൻ സമയത്ത്. അപ്പോൾ ഇദ്ദേഹം പുറത്ത് സ്കൂട്ടിയിൽ ഇരുന്നിട്ട് നിങ്ങളെ രഹസ്യങ്ങൾ ചോർത്ത് മനസ്സിലാക്കണം. പള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ എന്ത് പറയുന്നത്, എന്ത് സംസാരിക്കുന്നത്, ഇതൊക്കെ പ്രശ്നമായപ്പോൾ സെക്രട്ടറി വന്നപ്പോൾ സെക്രട്ടറിയോട് പറയുന്നുണ്ട് അയാൾ അങ്ങനെ ഇങ്ങനെ റൂം ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ശരിക്കും മനസ്സിലായി അത് പുറത്ത് നിന്നിട്ട്. പക്ഷെ അദ്ദേഹം പാറപ്പള്ളിയിലുള്ള സമയത്ത് ആടെ ഉള്ളൊരു സദർ ഉസ്താദുമായിട്ട് അദ്ദേഹം എന്തോ പ്രശ്നത്തിലുണ്ടായി തോന്നുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉസ്താദ് അങ്ങനെ പഠിപ്പിൽ നിന്ന് അയാൾ പോയത് നേരെ കോളിയെടുക്കത്തേക്ക്. അവിടെ നിന്ന് പിന്നെ ഞാൻ അറിഞ്ഞത് പാറപ്പള്ളിയിലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ മുട്ടുംതല ഉണ്ടായിട്ടുണ്ട്. മുട്ടുംതല പള്ളിയിൽ വെച്ചിട്ടാണ് എന്താണ് രേഖാമൂലം 3 തലാക്കും ചൊല്ലിയിട്ടാണ് അന്ന് കൂടെ ഉണ്ടായിരുന്ന ഭാര്യനെ ഒഴിവാക്കിയിട്ട് രണ്ടാം ഭാര്യനെ 3 തലാക്കും ചൊല്ലിയാൽ പിന്നെ ചിരിച്ചെടുക്കാനൊരു ഒപ്പില്ലല്ലോ, ചടങ്ങ് നിൽക്കണമല്ലോ. അതൊന്നും ഇതിനിപ്പം ആരും നിൽക്കില്ല. അതാണ് ആ പെണ്ണ് അതിൻ്റെ വേദന പറയുന്നുണ്ട്. ഇവനെ ഒരിക്കലും ജയിലിൽ നിന്ന് ഇറങ്ങിക്കൂടാ, ഇവനെ എത്രമാത്രം ബാപ്പയും ഉമ്മയില്ലാത്ത എന്നെ കാസർഗോഡ് ജില്ലയിൽ കൊടുത്തിട്ട് ഒരു സ്ഥലത്ത് വലിച്ചെറിഞ്ഞിട്ട് 3 തലാക്കും ചൊല്ലിയിട്ട് പോയവനാ എന്ന് ഒരു കെട്ടിയിട്ട് കൂടെ 2-3 കൊല്ലം നിന്നൊരു പെണ്ണ്, 3 കൊല്ലം 4 കൊല്ലത്ത് എനിക്കറിയില്ല, അത്ര നിന്നൊരു പെണ്ണ് അത്ര വേദനയോട് പറയണമെങ്കിൽ ആ പെണ്ണുങ്ങളെ അദ്ദേഹം കടലിലെറിഞ്ഞ് കൊല്ലും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിൽക്കുമ്പോൾ തന്നെ അവളോട് ദേഷ്യം പിടിക്കുന്ന സമയത്ത് പോയിട്ട് പിന്നെ രണ്ടാം ഭാര്യ എന്ത് ആസിഡ് ഒഴിച്ചിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളൊരു സംഭവം ഒരാൾ വിളിച്ച് പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ വേദന ഉണ്ടായിട്ടുണ്ട്. സംഭവിക്കാം വ്യക്തിയുടെ പിന്നോട് ആ രൂപം ചെയ്തല്ലേ എലി വിഷം അടിച്ചിട്ട്. പക്ഷെ എനിക്കൊരു വിഷമം എന്താ അറിയോ, ഇന്നും അവനോടില്ല. എൻ്റെ നിരപരാധിത്വം ഞാൻ ആ രൂപത്തിൽ പറഞ്ഞിട്ടും അത് സ്വീകരിക്കാതെ ആ സമയത്ത് ഇയാളെ പിരിച്ചുവിട്ടേ പറ്റൂ എന്ന് ചിന്തിച്ചു. തീർച്ചയായിട്ടും ഉസ്താദിന്റെ വിഷമങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ആ മഹലിലെ ഭാരവാഹികളും കാണുമല്ലോ, അവർക്കും അറിയാം. അല്ല, അവർ കുറെ വിളിച്ചു വെക്ക്, പഠിപ്പുള്ള ആളുകൾ പലരും വിളിച്ചു, ഉസ്താദ് വിഷമിക്കണ്ട, ഇതൊക്കെ പടച്ച റബ്ബ് കണ്ടില്ലേ. ഇപ്പൊ നിങ്ങളെ ഈ വിഷമം കാണുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി നിങ്ങൾ നിരപരാധിയായിരുന്നു എന്നുള്ളത്. അതിവിടെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. പക്ഷെ അന്നും ഇതിനു വേണ്ടി കണിഞ്ഞ് ശ്രമിച്ച കുറച്ചാണ്. അത് അവരും ഒന്നും കൂടെ ആയിക്കോട്ടെ, ഞാനത് ഞാൻ ഈ സമയം വരെ എൻ്റെ റബ്ബിനോട് മനസ്സറിഞ്ഞ് ദ്വാരം നിന്ന് പഠിച്ചവൻ എന്നെ ഈ രൂപത്തിലാക്കിയിട്ട്
എന്നെ ഈ മരണങ്ങളൊക്കെ ചെയ്ത് എൻ്റെ ജോലി മുടക്കി, അതുപോലെ എൻ്റെ പ്രഭാഷണങ്ങൾ മുടക്കി ഈ രൂപത്തിൽ കാസർഗോഡ് ജില്ലയായിട്ട് ബന്ധമില്ലാത്ത രൂപത്തിലാക്കി തീർത്ത ആരാണോ, അള്ളാഹുവേ നീ തീരുമാനം എടുത്തു എന്ന് റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം എനിക്ക് ഇയാളെ പൈക്കത്തെ ഖത്തീബിൻ്റെ വിളി വരുന്നത്. ഇയാൾ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നത് കേട്ട് എന്തായിരുന്നു എന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഇനി നിങ്ങളതിനെ സമ്മതിക്കരുതാണ്. ഞാൻ ഇത് പേടിച്ചിട്ട് തുറന്ന് എല്ലാം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനി ഈ മഹല്ലുകളിൽ പോയിട്ട് അവിടുത്തെ ഖത്തീബന്മാർ ഇതൊന്നും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ഇതോടെ അതിന് പരിസമാപ്തി കുറിക്കണം ഉസ്താദേ എന്ന് ഞാൻ പറഞ്ഞിരിക്കണം. അത് അങ്ങനെ തന്നെ സംഭവിച്ചും ചെയ്തു. ഇതുകൊണ്ടും എല്ലാ ആൾക്കാരും ഉസ്താദിൻ്റെ ഒരു വീഡിയോ കാണും, പഠിപ്പിലെ ആൾക്കാരും കാണും, അവർക്ക് മനസ്സിലാവും. നമ്മൾ വിഷമം ഉണ്ടാക്കിയ കാര്യം ഒരു കമ്മിറ്റി അല്ല, ഞാൻ പറയുന്നത് ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ കമ്മിറ്റീൻ്റെ മുൻതൂക്കല്ലേ നോക്കുള്ളൂ, അവിടുത്തെ ഭൂരിപക്ഷം നോക്കുള്ളൂ. അതിപ്പോൾ 2 ഉസ്താദിനെ ഒഴിവാക്കണം എന്നുള്ള അഭിപ്രായം വരുമ്പോൾ അവർ ഒഴിവാക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഇയാൾ MSR ഉണ്ടാക്കിയത് പിന്നെ മുട്ടത്തൊടിയൊന്നും മറ്റൊന്നുമല്ല, അത് പഠിപ്പ് തന്നെ. പഠിപ്പിലെ കമ്മിറ്റി ഒപ്പിട്ട് കൊടുത്തിട്ട് തന്നെയാണ് അടുത്ത SKSF ആൾക്കാരായിരിക്കും അന്വേഷിക്കാണ്ട് കൊടുത്തത്. പിന്നെ റൈജിൽ പെട്ടി SKSF പ്രവർത്തകരെന്നൊക്കെയാണ് ഇയാൾ. അല്ല, ഏത് സംഘടനയായാലും ഇപ്പോൾ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ AP EK വിഭാഗം എന്നുള്ള ഒരു വേർതിരിവില്ലാണ്ട് പ്രസംഗ വേദികളിലും പള്ളികളിലും ഞാൻ എല്ലാ പ്രഭാഷണത്തിനും മഹല്ലടിസ്ഥാനത്തിലും മറ്റും കാസർഗോഡ് പോയതാ. ഒരിക്കൽ ഞാൻ സൈദിയെ പഠിക്കുന്ന കാലത്ത് ഞാൻ പ്രഭാഷണത്തിൽ തിളങ്ങി വരുമ്പോൾ കമ്പാർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു ടീം വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദിന് SKSF വേദി പ്രസംഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ വഴലു പറയും, വേറൊന്നും SKSF ഒന്നും ഞാൻ പറയില്ല, ഞാൻ വഴലു പറയും എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ക്ഷണിച്ച സമയത്ത് ഞാനവിടെ പോയപ്പോൾ പിന്നെ ഒരു ബാനർ അവർ SK ലേബിൾ വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു മുടക്കില്ല, പക്ഷെ ഈ ബാനർ നിങ്ങൾ വെക്കരുത്, ഞാനത് ഡിമാൻഡ് പറഞ്ഞിട്ടല്ലേ വന്നത്, ഞാൻ വഴലാ പറയാം എന്ന് പറഞ്ഞ് വഴലൊക്കെ കഴിഞ്ഞ് ഞാൻ പോന്ന്. ഞാൻ പിന്നെ ബാനർ കഴിപ്പിച്ച് പ്രസംഗിച്ച് എല്ലാം കഴിഞ്ഞ് പോകുന്നതിൻ്റെ ദിവസം ആ മഹലിലെ ഒന്നായിട്ട് എൻ്റെ അടുത്ത് വന്നു, ഉസ്താദിൻ്റെ ആ സമീപനം ഉണ്ടല്ലോ, ഞങ്ങളെ നാട്ടിലൊരു സുൽഹിൻ്റെ മാർഗ്ഗമായത്, ഞങ്ങളിപ്പോൾ വളരെ ഐക്യത്തോടെയാണ്, ഗ്രൂപ്പ് പ്രശ്നം എന്നുള്ള ഇനി ഞങ്ങളെ നാട്ടിൽ കിടക്കില്ല എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചോല. പൂച്ചക്കാട് റൂസ്, മാണിക്കോത്ത് റൂസ്, നെല്ലിക്കുന്ന് റൂസ്, അതുപോലെ തന്നെ നമ്മളെ പിന്നെ ബാക്കിയുള്ള ഏകദേശം റൂസുകളിലും പഴയ കാലത്ത് പ്രഭാഷണം നടത്തിയാണ് ഞാൻ. നെല്ലിക്കുന്ന് റൂസിൽ 2 പ്രാവശ്യം പോയിരുന്നു, പിന്നെ ബേക്കൽ റൂസ് 2-3 പ്രാവശ്യം പ്രസവിച്ചത്, അതുപോലെ തന്നെ മാണിക്കോത്ത് പിന്നെ തുടങ്ങിയിട്ട് ഏകദേശം ഉറൂസുകൾ ഗ്രന്ഥങ്ങളൊക്കെ ആ ഭാഗത്ത് ചെറുക്കള ഭാഗത്തൊക്കെ പൈക്ക ഉറൂസിന് ഈ പറഞ്ഞ പൈക്ക ഇയാളെ മുമ്പുണ്ടായ പൈക്കത്ത് 3 പ്രാവശ്യം പോയിക്കണേ പ്രഭാഷണത്തിന്. ചെറുക്കള ഭാഗത്തൊക്കെ നബിദിനത്തിന് പരിപാടിക്കലുണ്ടായിരുന്നു. പ്രസവിച്ചു, ചെറുക്ക ടൗണിൽ പ്രസവിച്ചിട്ടുണ്ട്, ചെറുക്ക താഴേക്ക് പോയ പടിഞ്ഞാറ് മൂലാറ് സ്ഥലമുണ്ട്, ബദിയെടുക്ക ഏരിയയിൽ അങ്ങോട്ട് മൊത്തം ഏകദേശം ഭാഗങ്ങളിലും കർണാടക സ്റ്റേറ്റിന്റെ ഏകദേശം ഭാഗങ്ങളിലും സുള്ളിയ, കേക്കമ്പത്തൂർ, അതുപോലെ തന്നെ നമ്മളെ മടിക്കേരി, കൊടക് ജില്ലയിൽ ഏകദേശം പ്രഭാഷണത്തിനായിട്ട് ഒരു 10 ദിവസം 15 ദിവസം ഞാൻ അവിടെ തന്നെ പോയി താമസിച്ചിരുന്നു ഒരു കാലത്ത്. അത്രത്തോളം വേദികളിൽ ഉണ്ടായിരുന്ന തിളങ്ങി നിന്നൊരു വ്യക്തിയാണ്. അത്രത്തോളം നമ്മളെ കാലത്ത് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ അത്ര സജീവമായിട്ടില്ല. അതെ അതെ അതെ. ഞാൻ സൈദിയ പഠിക്കുന്ന കാലത്തൊന്നും മൊബൈൽ ഫോണേ ഇല്ല. അതെ അതെ. അവിടെ ഒരു കോള് വന്നാൽ നമ്മളെ ഓഫീസിൽ മൈക്കിൽ വിളിച്ചിട്ടാണ് നമ്മൾ. ഇപ്പോൾ ഒരു 2-4 വർഷത്തിന് ശേഷമാണ് എനിക്ക് കാസർഗോഡായിട്ട് ഇത്ര ബന്ധം വിട്ടത്, ഈ പ്രശ്നത്തിൻ്റെ ശേഷം. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും, നിങ്ങളെ പഴയ പരിചയത്തിലുള്ള ഓരോ ആൾക്കാരും നിങ്ങൾ തീർച്ചയായും നമ്പർ സംഘടിപ്പിച്ചിട്ടോ ഇല്ലെങ്കിൽ ഉള്ള നമ്പറിൽ വിളിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രസംഗവേദികളിൽ ഇനിയും ഒരുപാട് ദീനി പ്രവർത്തനം നടത്താൻ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഏതുകൊണ്ടും നമുക്ക് ഈ ഒരു സംഭവം ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.